ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തിരുവല്ലയിലുള്ള ജോയ് ആലുക്കാസിൽ വരെ പോവുകയാണ്. ഒരു ഗോൾഡ് സ്കീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയ് ആലുക്കാസിലെ 2 സ്റ്റാഫ് വീട്ടിൽ വന്നിരിപ്പുണ്ട്. അവർ ശരിക്കും 3 o'clock വരുമെന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് എന്നോട് ആ സമയത്ത് റെഡി ആവാൻ പപ്പയമ്മയും പറഞ്ഞായിരുന്നു. പക്ഷേ അവർ 2:30 മുന്നേ വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് താഴെ വന്നു. കിച്ചണിൽ നിന്നാണ് റെഡി ആവുന്നത്. അപ്പോൾ കിച്ചണിൽ നിന്ന് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുവാണ്. അപ്പോൾ അമ്മ വന്ന് എന്നെ വഴക്ക് പറയാണ്, നീ എത്ര നേരം എന്തെടുക്കുമായിരുന്നു, എന്നിട്ട് എൻ്റെ മുടിയെല്ലാം നനഞ്ഞു കിടക്കുന്നു, മുടിയൊക്കെ ഒന്ന് ഡ്രൈ ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ എന്നെ വഴക്ക് പറഞ്ഞു, പെട്ടെന്ന് റെഡി ആയിട്ട് വാ, അവർ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഒരു ബ്ലാക്ക് സ്കേർട്ടും ഈ ഒരു ടോപ്പും ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഇതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ചെരുപ്പാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അവർ പുറത്ത് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി കാറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം അവരകത്ത് ഇരുന്ന് നമ്മുടെ ലിവിങ് റൂമിൽ പപ്പയോടും അമ്മയോടും വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ റെഡിയായത്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പോകുന്നത് തിരുവല്ലയിലുള്ള ജോയ് ആലുക്കാസിൻ്റെ ഷോറൂമിലേക്കാണ്. അവിടെ നമ്മളൊരു ഗോൾഡ് സ്കീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്കീം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എമൗണ്ട് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പം നമുക്ക് എപ്പോഴാണോ അവിടുന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യേണ്ടത് ആ സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസും ഇപ്പം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴാണോ ഗോൾഡിൻ്റെ പ്രൈസ് കുറവായിട്ട് നിൽക്കുന്നത് ആ ഒരു പ്രൈസിൽ നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 55,000 ആണ്. ഇനി നമ്മൾ ഗോൾഡ് എടുക്കുന്ന ടൈമിൽ ഗോൾഡിൻ്റെ പ്രൈസ് ഒരു 70 അല്ലെങ്കിൽ 68 ആ ഒരു റേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത സമയത്ത് ആ ഒരു പ്രൈസിന് നമുക്ക് ഗോൾഡ് വാങ്ങിക്കാം. പിന്നെ ഈ ഒരു സ്കീമിൽ പണിക്കൂലിക്ക് ഇളവൊന്നും വരത്തില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മാത്രമല്ല ഗോൾഡ് മാത്രമല്ല, നമ്മൾ അവിടെ ഡയമണ്ട് സെഷൻ കൂടി ഒന്ന് നോക്കുന്നുണ്ട്. അന്ന് സ്കീമിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പപ്പയമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും തീരുമാനിച്ചതും ചെയ്തതുമെല്ലാം. അങ്ങനെ ഫൈനലി നമ്മൾ തിരുവല്ലയിൽ എത്തി കാണുന്നതാണ് ജോയ് ആലുക്കാസ്. നമ്മളവിടെ ഗോൾഡിൻ്റെ സെഷനിലേക്ക് പോവുകയാണ്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈൻസും അതേപോലെ ട്രഡീഷണൽ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പപ്പയമ്മയും ഡീറ്റെയിൽ ആയിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം സൈൻ ചെയ്ത് കൊടുത്തു. നമ്മൾ ഇനി ഡയമണ്ട്സിന്റെ സെഷനിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഡയമണ്ട് കളക്ഷൻ എന്ന് വെച്ചാൽ ഒരു വാസ്റ്റ് എക്സിറ്റ് പീസസ് ഓഫ് കളക്ഷൻ ആണ്. ഗോൾഡിന്റെ പോലെ തന്നെ ഡയമണ്ടിനും ഭയങ്കര റെയർ പീസസ്, അതുപോലെ റെയർ ഡിസൈൻസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ചെയിൻസിൻ്റെ ഒക്കെ വലിയ സൈസ് അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. പിന്നെ ഇതൊരു സെറ്റ് ആയിട്ടുള്ളതും അവിടെ ഉണ്ടായിരുന്നു. ഒരു ഇയറിങ്ങും കൂടെ ഉള്ളതുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ സ്മോൾ സൈസ്ഡുണ്ട്. പിന്നെ പെൻഡൻസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മളെ അവർ വീട്ടിൽ നിന്ന് രാവിലെ അല്ല ഉച്ചയ്ക്ക് ശേഷം പിക്ക് ചെയ്യാൻ വന്നായിരുന്നു. അവർ തന്നെ നമ്മളെ തിരിച്ച് വീട്ടിലാക്കും. ആൻഡ് നമ്മളെ കൊണ്ടുവന്ന സെയിം കാറിൽ തന്നെയാണ് അവർ നമ്മളെ തിരിച്ച് കൊണ്ടുപോകാൻ വരുന്നത്. രാവിലെ അല്ല ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വിളിക്കാൻ വന്ന ആ 2 സ്റ്റാഫ്സ് തന്നെയാണ് നമ്മളെ തിരിച്ചും കൊണ്ടുവിടുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. നമുക്ക് വേണമെങ്കിൽ ഈ ക്യാഷ് വേറെ എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് വാങ്ങിക്കാം. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പം അവർ എന്താ ചെയ്യുന്നത്, അത് വെച്ച് ബിസിനസ് ചെയ്യുന്നു, അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ സൈഡിലെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസിൽ നമുക്ക് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്താണ് ഗോൾഡിൻ്റെ പ്രൈസ് കുറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ആ സമയത്ത് പണിക്കൂലി എത്രയാണോ അത് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എല്ലാവരും ഇങ്ങനെയുള്ള സ്കീംസിലൊക്കെ ജോയിൻ ചെയ്യുക. ഇതിപ്പം മോശമില്ല, 2 പേർക്കും ബെനിഫിറ്റ് തന്നെയാണ്. ഇത് കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സ്കീമാണ്. പക്ഷേ ഇതിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള സ്കീംസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.